എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. 1000 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു രോഗം മാറ്റുന്ന സിസ്റ്റം ഇപ്പോഴും നമ്മുടെ മോഡേൺ ഹെൽത്ത് ചാലഞ്ചസ് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നു. ജീവിതശാസ്ത്രം, അതായത് ആയുർവേദം, ഒരു രോഗം മാറ്റുന്ന അല്ലെങ്കിൽ രോഗം ഭേദപ്പെടുത്തുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, ഒരു ഹോൾ ലൈഫ് ബാലൻസ്ഡ് രീതിയിൽ എങ്ങനെ ജീവിക്കണം എന്നും കൂടി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 5000 വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലായിരുന്നു ആയുർവേദം ഒറിജിനേറ്റ് ചെയ്തത്. ആയുർവേദത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ 2 ഗ്രന്ഥങ്ങളുണ്ട്: ചരക സംഹിത ആൻഡ് സുശ്രുത സംഹിത. ചരക സംഹിതയിലാണ് ജനറൽ മെഡിസിൻസും രോഗം ചികിത്സിക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. സുശ്രുത സംഹിതയിലാണ് പല പല സർജറീസും അതിൻ്റെ പ്രൊസീജിയേഴ്സും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ആയുർവേദയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റാണ് കസ്റ്റമൈസ് ആയിട്ട് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പം ഒരു അസുഖത്തിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ടാണ് ഒരാൾക്ക് അതിൻ്റെ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ മെഡിസിൻസ് മാത്രമല്ല, ലൈഫിലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഫുഡ് ഹാബിറ്റ്സും ഫോക്കസ് ചെയ്തിട്ടാണ് ഒരു പ്ലാൻ, ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ആയുർവേദത്തെ പറ്റി കുറേ തെറ്റിദ്ധാരണകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലേറ്റവും അധികം കേട്ട ഒരു കാര്യമാണ് ആയുർവേദ ഭയങ്കര സ്ലോ ആണെന്ന്, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര സ്ലോ ആണെന്ന്. സോ അലോപ്പതി പോലെ ഒരു സിംറ്റം കണ്ട ഉടനെ അതിനെ മാറ്റുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക എന്നല്ല ആയുർവേദയുടെ കോൺസെപ്റ്റ്. ആ ഒരു സിംറ്റം ഉണ്ടാകുന്നതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് ആ രോഗത്തിനെ, ആ ഡിസീസിനെ ഫുള്ളായിട്ട് മാറ്റുക എന്നാണ് ആയുർവേദയുടെ മെയിൻ ബേസ് കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ആയുർവേദയുടെ ട്രീറ്റ്മെൻറ്റ് ടേക്സ് ലോങ്ങർ ദാൻ യൂഷ്വൽ. അതുമാത്രമല്ല, വേറൊരു തെറ്റിദ്ധാരണ ആൾക്കാർ പറയുന്നത് ആയുർവേദ സയൻറ്റിഫിക് അല്ല എന്നും. അലോപ്പതി പോലെ ക്ലിനിക്കലി ടെസ്റ്റഡ് അല്ലെങ്കിലും ആയുർവേദ മെഡിസിൻസിൽ യൂസ് ചെയ്യുന്ന ഓരോ കാര്യം, ഓരോ ഹേർബ്, ഇപ്പം മഞ്ഞൾ, ടേമറിക്, അതുകൂടാതെ അശ്വഗന്ധ, ത്രിഫല, ഇതൊക്കെ ഇപ്പം മോഡേൺ സയൻസ് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ മോഡേൺ ഹെൽത്ത് ഇഷ്യൂസിന് ഒരുപാട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്നും. ഇപ്പം മഞ്ഞളാണെങ്കിലും അശ്വഗന്ധ ആണെങ്കിലും സ്ട്രെസ് റിലീഫ് ചെയ്യാനും പിന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഡൈജഷൻ ഇഷ്യൂസൊക്കെ മാറ്റാനും ഭയങ്കര യൂസ്ഫുള്ളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം ഇത്രയൊക്കെ തെറ്റിദ്ധാരണകളുണ്ടെങ്കിലും പിന്നെ എങ്ങനെയാണ് ആയുർവേദ ഇത്രയും പോപ്പുലർ? ഇന്ത്യയിൽ മാത്രമല്ല, ഓരോ നാട്ടിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആയുർവേദ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ മോഡേൺ ലൈഫിലെ ഇഷ്യൂസ്, സ്ട്രെസ്, ഡൈജഷൻ ഇഷ്യൂസ്, പിന്നെ ഇൻഫ്ലമേഷൻ, സ്കിൻ ഡിസീസസ്, ഡെൻ്റൽ ഇഷ്യൂസ്, ഇതൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ആയുർവേദ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യോഗയും മെഡിറ്റേഷനും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം വരും. അതുമാത്രമല്ല, ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അർത്രൈറ്റിസ്, ഇതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഡയറ്റിൽ ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസസും മാറും. അതുമാത്രമല്ല, ഒരു ഹെൽത്തി ഇമ്മ്യൂൺ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി, ഒരു ഹെൽത്തി ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ കുറച്ച് ഹേർബ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു തുളസി ഇട്ടൊരു ചായ, ഇല്ലെങ്കിൽ ടേമറിക് ഇട്ട് ചായ,
ആയുർവേദം നമ്മളെ പഠിപ്പിക്കുന്നത് ലൈഫ് ഒരു ജേർണിയാണെന്നും അതൊരു ഡെസ്റ്റിനേഷൻ അല്ല എന്നും. നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് പേസ്ഡ് ലൈഫിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നമ്മുടെ ബോഡിയായിട്ടൊന്ന് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് നമ്മൾ നോട്ടീസ് ചെയ്യണം, അപ്പോൾ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യണം. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ബോഡി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറേശ്ശെ അപ്ഗ്രേഡ് ചെയ്യാം. നമ്മുടെ ബോഡി ഈസ് എ ടെമ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ അതൊരു പ്രോപ്പർ ഡെയിലി റൂട്ടീൻ ഉണ്ടാക്കിയിട്ടാവാം. രാവിലെ എണീക്കുമ്പം കുറച്ച് വാം വാട്ടർ കുടിച്ചിട്ടാവാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് യോഗ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ടാവാം. അപ്പം നമ്മുടെ ബോഡി തരുന്ന മെസ്സേജസ് നമ്മളത് മനസ്സിലാക്കി അതിന് വേണ്ടി നമ്മൾ ചേഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ ആയുർവേദ എങ്ങനെ നമ്മുടെ ബോഡിയെ മനസ്സിലാക്കുമെന്നും അതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ റെമഡീസ് ആയുർവേദയിൽ പറഞ്ഞിട്ടുണ്ടെന്നും ഞാൻ പറയാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.